സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകൾ 8-ാം തീയതി ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. ബസ്സുടമകൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സർവീസ് നിർത്തിവെച്ച് പണിമുടക്ക് നടത്തുന്നതെന്നും ആലപ്പുഴ ജില്ലയിലുള്ള എല്ലാ സ്വകാര്യ ബസ്സുടമകളും സമരത്തിൽ പങ്കെടുക്കുമെന്നും സംയുക്ത സമിതി ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ 8 ചൊവ്വാഴ്ച ഒരു ദിവസം സൂചനാ പണിമുടക്ക് നടത്തും. സ്വകാര്യ ബസ് മേഖല നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് നാളുകളായി പരിഹാരമൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സൂചനാ സമരം നടത്തുന്നതെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി പ്രധാനമായിട്ടും 3 സംഘടനകൾ ചേർന്നുള്ള സമരസമിതിയാണ് ഉള്ളത്. ആ സമരസമിതി നിരവധി തവണ കേരളത്തിലെ മാറി മാറി വരുന്ന ട്രാൻസ്പോർട്ട് മന്ത്രിമാർക്കും അതേപോലെ തന്നെ തൊഴിൽ മന്ത്രിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിക്കുമൊക്കെ നിരവധി തവണ കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ ഒക്കെ നിരത്തിക്കൊണ്ട് നിരവധി തവണ അപേക്ഷ കൊടുത്തിട്ടും ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ യാതൊരു നടപടിയും ഇതിന് അനുകൂലമായി സ്വീകരിക്കാനോ ഈ ട്രാൻസ്പോർട്ട് മന്ത്രിമാരും ബന്ധപ്പെട്ട ഗവൺമെൻറ്റും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ സമരം ചെയ്യാതെ, ബസ് നിർത്തിവെച്ചുള്ള സമരം ചെയ്യാതെ, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള, തൊഴിലാളികളെ ബുദ്ധിമുട്ടിച്ചുള്ള സമരം ചെയ്യാതെ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള സമരമാർഗങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായി നടത്തി. ഈ സമരത്തിന് പിന്തുണ തേടിക്കൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളുടെ സഹായവും ഈ സംഘടന തേടിക്കൊണ്ടാണ് ഗവൺമെൻറ്റിലേക്ക് സമര നോട്ടീസ് കൊടുക്കുകയും 8-ാം തീയതി, ഈ മാസം 8-ാം തീയതി ഒരു ദിവസം സൂചനാ സമരവും അതിനുശേഷവും ഗവൺമെൻറ് അനുകൂലമായി ചർച്ച ചെയ്യുകയും നിലപാടെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരവും നടത്താനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ പ്രധാനമായും ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, കാരണം മുൻകാലങ്ങളിൽ സാധാരണ യാത്രക്കാരുടെ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു പ്രധാന ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരുന്നത്. ഇത്തവണ ഞങ്ങളുടെ ആവശ്യം സാധാരണ യാത്രക്കാരുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ചാർജ് വലിയ യാത്രക്കാരുടെ ചാർജിൻ്റെ 50% വർദ്ധിപ്പിക്കണം. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ് ഉടമകളും സർവീസ് നിർത്തിവെച്ച് സമരത്തിൽ പങ്കാളികളാകും. 2 ആഴ്ചയ്ക്കകം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ല എങ്കിൽ ജൂലൈ 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ് സർവീസ് പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക, വിദ്യാർത്ഥി ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കുക, ബസ് ജീവനക്കാർക്ക് PCC വേണമെന്ന കരിനിയമം പിൻവലിക്കുക, ഈ ചലാൻ വഴിയുള്ള അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്ക് നടത്തുന്നത്. 13 വർഷമായി സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ 1 രൂപ നിരക്കിലാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ യാത്രക്കാരിൽ 60% വിദ്യാർത്ഥികളാണ്. ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾക്കും തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനും നാമമാത്ര തുക പോരാതെ വന്നിരിക്കുകയാണ്. ഇതോടൊപ്പം നിരവധി പിഴകളും നേരിടേണ്ടി വരുന്നു. ക്യാമറകൾ, GPS, സ്പീഡ് ഗവർണർ തുടങ്ങിയവ ഘടിപ്പിക്കുന്നതിനൊക്കെ അധിക ചെലവുകൾ ഉണ്ടാകുന്നുണ്ടെന്നും ബസ് ഉടമകൾ പറയുന്നു. വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സമരസമിതി ചെയർമാൻ പാലമുറ്റത്ത് വിജയകുമാർ, കൺവീനർ SM നാസർ, വൈസ് ചെയർമാൻ ദിനേശ് കുമാർ, ജോയിന്റ് കൺവീനർ MJ കുര്യൻ, KN ബാബു എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.